ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. 1/2 കിലോ ചെമ്മീൻ ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. നമുക്കിനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പ്രോൺസ് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിവിടെ മെൽട്ടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, ഒരു ഉണക്കമുളകിൻ്റെ 4 പീസ്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അതും നന്നായി ഒന്ന് വഴറ്റാം. ഇതിലേക്കൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയെല്ലാം ചെമ്മീൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കയറണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ചെമ്മീൻ വേവിച്ച വെള്ളമാണ് ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.